ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു വാഗമണ്ണിലൊരു സോളാർ വാട്ടർ ഹീറ്റർ റീപ്ലേസ് അല്ല, ഒരു പൊസിഷൻ മാറ്റി വെക്കാൻ വേണ്ടി വാഗമണ്ണിലുള്ള ഒരു റിസോർട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ റൂഫ് ചെയ്തപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ്. ഓൾറെഡി അത് അഴിച്ചു വെച്ചേക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തേക്കുന്നത് ഒരു 150 അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു 500 ലിറ്ററിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ നമ്മൾ റൂഫിൻ്റെ മുകളിലോട്ട് കയറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് ബോൾട്ട് അഴിക്കേണ്ടി വന്നു. അപ്പോൾ അത് 10 വർഷം പഴക്കമുള്ളത് കൊണ്ട് നെറ്റ് ബോൾട്ടെല്ലാം ടൈറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2 കാലഴിച്ച് നമ്മൾ മുകളിൽ കയറ്റി. മുകളിലത് റൂഫിൻ്റെ മുകളിൽ ഓൾറെഡി സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അഴിച്ചവർ അതിൻ്റെ നെറ്റ് ബോൾട്ടെല്ലാം കട്ട് ചെയ്തിട്ടാണ്, കുറേയൊക്കെ നെറ്റ് ബോൾട്ട് കട്ട് ചെയ്തിട്ടാണ് അവർ അഴിച്ചെടുത്തത്. അഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിലൊന്ന് 2 വാഷറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാഷറെല്ലാം റീപ്ലേസ് ചെയ്ത് 3-4 ട്യൂബുകളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് പഴയ ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഞങ്ങളത് ഫിക്സ് ചെയ്തു. സുപ്രീം സോളാറിൻ്റെ ഒരു വാട്ടർ ഹീറ്ററായിരുന്നു. അതിൽ ഒരു കുട്ടി ടാങ്കും ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം നമ്മളത് ഫിക്സ് ചെയ്തു. അതിൽ നമുക്ക് ഒരു കോയിൽ കൊടുക്കാനുള്ള ഓപ്ഷനും ഔട്ട്പുട്ടും ഡ്രെയിനേജ് കൊടുക്കാനുള്ള ലൈനും ഉണ്ട്. അതിൽ ഓൾറെഡി നമുക്ക് കോയിലിൻ്റെ കണക്ഷൻ കാണാൻ പറ്റും. കോയിലിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലായത് സോളാർ വാട്ടർ ഹീറ്റർ ടാങ്കിനേക്കാളും ഹൈറ്റ് കുറവാണ് നമ്മുടെ ഇൻപുട്ട് കൊടുക്കാനുള്ള വാട്ടർ ടാങ്ക് വെക്കേണ്ട സ്റ്റാൻഡ്. അപ്പോൾ അത് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി, ഹൈറ്റ് കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലോട്ട് വാട്ടർ ഫ്ലോ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.